ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 7 ശ്ലോകം 10. ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിദാന സർഗവിധിഭിർ ബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ഛിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവന്നുല്ലാസയോലംഘതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അനന്തരം അല്പം അരുണിമയാർന്ന തന്റെ പാദത്തിൽ വണങ്ങിയ ബ്രഹ്മാവിനെ സ്വന്തം കൈയാൽ കൈയിന്മേൽ സ്പർശിച്ചുകൊണ്ട് അങ്ങേക്ക് ജ്ഞാനമുണ്ടാകും, സൃഷ്ടികർമ്മം നിമിത്തം ബന്ധമുണ്ടാകുകയുമില്ല എന്നിങ്ങനെയുള്ള വാക്കിനെ അരുളിയിട്ട് ഏറ്റവും സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വയമായി തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഗൂഢമായി ഇരുന്നു കൊണ്ട് സൃഷ്ടികർമ്മത്തിൽ അദ്ദേഹത്തെ അങ്ങു തന്നെ പ്രേരിപ്പിച്ചു. അല്ലയോ ഭഗവാനെ, അപ്രകാരമുള്ള അങ്ങ് ആരോഗ്യത്തെ എന്നിൽ പ്രകാശിപ്പിക്കണമേ. തന്നെ നമസ്കരിച്ച ബ്രഹ്മാവിന് കരസ്പർശം കൊണ്ടും ഹൃദയത്തിലുള്ള ഗൂഢമായ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ വാക്കുകൊണ്ടും ഭഗവാൻ സൃഷ്ടികർമ്മത്തിന് ആവശ്യമായ എല്ലാ പ്രേരണയും ശക്തിയും പ്രദാനം ചെയ്തു. അങ്ങനത്തെ ഭഗവാൻ തനിക്ക് ആരോഗ്യത്വം തന്ന് അരുളേണമേ എന്നാണ് കവിയുടെ പ്രാർത്ഥന. ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ ആ വർണ്ണന, വൈകുണ്ഠലോകത്തിന്റെ വർണ്ണനയും ഭഗവാന്റെ വർണ്ണനയുമാണ് ഈ 7-ാം ദശകത്തിലുള്ളത്. ഈ ദശകവും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.